അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ രചിച്ച ഇസ്ലാമിക ലോകത്ത് വളരെയധികം അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഉസൂൽ സലാസ. ഒരുപാട് പണ്ഡിതന്മാർ ഈ ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിന് വിശദീകരണം നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് സലഫി ഉലമാക്കൾ ധാരാളം ദർസുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി നടത്തുകയും ഇന്നും അത് തുടർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുഹ്സിൻ അദീദ് ചില ക്ലാസ്സുകൾ എടുക്കുകയും ആ ക്ലാസ്സുകളിലൂടെ മുഹ്സിൻ ചില വിഷയങ്ങൾ സ്വന്തമായ നിലക്ക് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സംസാരം എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അല്ലാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ കരാറുകൾ പാലിക്കണം. കരാർ പാലനത്തിന്റെ ഭാഗമാണത്. അതുപോലെ തന്നെ ഒരു അനിസ്ലാമിക നാട്ടിൽ ജീവിക്കാൻ, അവിടെയാണ് ഒരാൾ താമസിക്കുന്നത് എങ്കിലും അവിടെയുള്ള അമുസ്ലിമീങ്ങൾ, മുശ്രിക്കീങ്ങൾ, അവർ കരാറിൽ ഏർപ്പെട്ടവരാണ്. ചില ആളുകൾ ചോദിക്കുന്നത് ഇത് ഏത് കരാറാണ്, നമ്മൾ ആരോട്ട് കരാർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട് നിലകൊള്ളുന്ന എല്ലാ രാജ്യങ്ങളും അവിടെ ജീവിക്കുന്ന അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളുമായി കരാറുള്ളവരാണ്. ഉദാഹരണത്തിന് ഇന്ത്യ എന്ന രാജ്യം മുസ്ലിം രാജ്യങ്ങളുമായി കരാറുകളുള്ള രാജ്യങ്ങളാണ്. മുസ്ലിമീങ്ങളുമായുള്ള കരാർ നമ്മളെല്ലാവരുമായുള്ള കരാറാണ്. എവിടെയുള്ള മുസ്ലിമീങ്ങൾ അവർ കരാറിൽ ഏർപ്പെട്ട് ജീവിക്കുക ഉള്ളതുകൊണ്ടാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിൽ ജീവിക്കുന്നത്. ഈ കരാർ പാലിക്കുക എന്നത്, അവരെ വഞ്ചിക്കാതിരിക്കുക എന്നത്, അവരെ ഉപദ്രവിക്കുക എന്നത് മുസ്ലിമിന് യോജിച്ചതല്ല, അവന് പാടില്ലാത്ത കാര്യമാണ്. സഹോദരങ്ങളെ, മുഹ്സിൻ അദീദ് പറയുന്നത് പോലെ ഇസ്ലാം സഗൗരവം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് കരാർ പാലനവുമായി ബന്ധപ്പെട്ട വിഷയം. അഥവാ അള്ളാഹു പറയുന്നത് ഉള്ള കരാറ് പാലിക്കാനാണ്. അത് രേഖയായി നിലനിൽക്കുന്ന നിലവിലുള്ള കരാറാണ്. മുഹ്സിൻ അദീദ് പറയുന്നത് നിലവിലില്ലാത്ത ഒരു കരാറ് പാലിക്കാനാണ്. ഇതാണ് ഈ ശുറൂത്തികളായ ആളുകളുടെ അടിസ്ഥാന പ്രശ്നം. ഇല്ലാത്ത കാര്യങ്ങളെ ഇങ്ങനെ പർവ്വതീകരിക്കുന്ന ഒരു സ്വഭാവം പൊതുവിൽ ഇത്തരം ആളുകളുടെ ഒരു അടിസ്ഥാന പ്രശ്നമാണ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തൊരു അബദ്ധമാണ് ഇവിടെ മുഹ്സിൻ അദീദ് സംസാരിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ഭരണമില്ലാത്ത ഒരു നാട്ടിലാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങളും അവിടെയുള്ള അമുസ്ലിങ്ങളും അവർ പരസ്പരം കരാറിൽ ഏർപ്പെട്ട ആളുകളാണ് എന്നാണ്. ആ കരാർ എങ്ങനെയാണ്? ആ രാജ്യം ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കരാർ എല്ലാവരുമായിട്ടുള്ള കരാറാണ് എന്നാണ് മുഹ്സിൻ അദീദ് പഠിപ്പിക്കുന്നത്. ആ കരാറുള്ളത് കൊണ്ടാണത്രേ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളുമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിൽ ജീവിക്കുന്നത് എന്നാണ് മുഹ്സിൻ അദീദ് തള്ളിവിടുന്നത്. ഈ ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടി മുഹ്സിൻ അദീദ് ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കുറിച്ചാണ്. ഇന്ത്യ എന്ന രാജ്യം മുസ്ലിം രാജ്യങ്ങളുമായി കരാറിലുള്ള രാജ്യമാണ്. മുസ്ലിങ്ങളുമായുള്ള കരാർ നമ്മൾ എല്ലാവരുമായിട്ടുള്ള കരാറാണ്. അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിൽ ജീവിക്കുന്നത് എന്നാണ് മുഹ്സിൻ അദീദ് ഇവിടെ അവകാശപ്പെടുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്ത്യ രാജ്യം മുസ്ലിം രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെയായി പല നിലക്കുമുള്ള കരാറുകളുണ്ട്. അതുപോലെ തന്നെ സൗദിയും ബഹ്റൈനും ഖത്തറും അടക്കമുള്ള പല ഗൾഫ് രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ രാജ്യം ഇന്ന് നിലവിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പല രൂപത്തിലുള്ള കരാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കരാറൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ഇന്ത്യ രാജ്യത്ത് അമുസ്ലിങ്ങളുമായി സമാധാനത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അത് ഒരു ചോദ്യചിഹ്നമാകുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, മുഹ്സിൻ അദീദ് സംസാരിച്ച ആ ഒരു ലോജിക്കൽ ഫാലസി, ആ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കൂ. അതുപോലെ തന്നെ ഒരു അനിസ്ലാമിക നാട്ടിൽ ജീവിക്കാൻ, അവിടെയാണ് ഒരാൾ താമസിക്കുന്നത് എങ്കിലും അവിടെയുള്ള അമുസ്ലിമീങ്ങൾ, മുശ്രിക്കീങ്ങൾ, അവർ കരാറിൽ ഏർപ്പെട്ടവരാണ്. ചില ആളുകൾ ചോദിക്കുന്നത് ഇത് ഏത് കരാറാണ്, നമ്മൾ ആരോട്ട് കരാർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട് നിലകൊള്ളുന്ന എല്ലാ രാജ്യങ്ങളും അവിടെ ജീവിക്കുന്ന അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളുമായി കരാറുള്ളവരാണ്.
ഉദാഹരണത്തിന് ഇന്ത്യ എന്ന രാജ്യം മുസ്ലിം രാജ്യങ്ങളുമായി കരാറുകളുള്ള രാജ്യങ്ങളാണ്. മുസ്ലിമീങ്ങളുമായുള്ള കരാർ നമ്മളെല്ലാവരുമായുള്ള കരാറാണ്. എവിടെയുള്ള മുസ്ലിമീങ്ങൾ അവർ കരാറിൽ ഏർപ്പെട്ട് ജീവിക്കുന്നത്, ഉള്ളതുകൊണ്ടാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിൽ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് ഷുറൂത്തി പാളയത്തിലുള്ള മുഹ്സിൻ ഐദീദ് അടക്കമുള്ള വലിയ വലിയ ആലിമീങ്ങളുടെ വൈജ്ഞാനിക നിലവാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച്, ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഈ ഒരു രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച്, അതിൻ്റെ അതിർവരമ്പുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് അല്പം പോലും വകതിരിവില്ലാതെ ഉസൂല് സലാസയുടെ ശറഹാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട് ഹദീസുകൾ വായിച്ചു കൊടുത്തുകൊണ്ടാണ് സ്വന്തം വകയായിട്ടുള്ള ഈ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ ഇൽമിന്റെ സദസ്സാണ് എന്ന് അവകാശപ്പെടുന്ന ഇത്തരം സദസ്സുകളിൽ ഇവരൊക്കെ വിളമ്പിക്കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഒരു മുസ്ലിം ആകട്ടെ ഒരു അമുസ്ലിം ആകട്ടെ, അവരെല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ, ഈ രാഷ്ട്രത്തിൻ്റെ പൗരന്മാരാണ്. ആ പൗരന്മാർക്കിടയിൽ അസമാധാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, പരസ്പരം സഹകരണത്തോടുകൂടി വർത്തിക്കാൻ വേണ്ടി ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് എന്തുമാത്രം വിവരക്കേടാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശം ഉന്നയിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും ഒരു കരാർ ഉയർത്തി കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വരാന്തയിൽ പോയി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഷ്ടം. ഇതാണ് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുറൂത്തികൾ വെച്ച് പുലർത്തുന്ന ഒരു ചിന്താഗതി. സഹോദരങ്ങളെ, ഇന്ത്യയിലെ നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ, അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെ വളരെ വ്യക്തമായി എടുത്തു പറയുന്ന ഒരു വിഷയമാണ്. ഇന്ത്യയിൽ ഓരോ പൗരനും, അവർ മുസ്ലിം ആകട്ടെ, അവർ ഹിന്ദു ആകട്ടെ, അവർ ക്രിസ്ത്യാനിയാകട്ടെ, സിഖുകാരനാകട്ടെ, ബുദ്ധമതക്കാരനാകട്ടെ, ആരായാലും അവർക്ക് തങ്ങളുടെ മതം വിശ്വസിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം അത് ഉറപ്പാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതല്ലാതെ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ രാജ്യം നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു കരാറിൻ്റെ ഒരു അംശം പോലും അതിന് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം നമ്മൾ കൃത്യമായി ഇവിടെ മനസ്സിലാക്കുകയും ആ കാര്യങ്ങൾ ശുറൂത്തികളായിട്ടുള്ള ആളുകൾക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാൻ, ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് മുസ്ലിം നേതാക്കന്മാരും പണ്ഡിതന്മാരും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള പല നിയമങ്ങളും ഈ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ അധ്വാനിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ പേഴ്സണൽ ലോ, അതുപോലെ തന്നെ വഖഫ് ബോർഡ് നിയമങ്ങൾ, ഇതുപോലെയുള്ള പല സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണമായത് ആ മഹത്തുക്കളായിട്ടുള്ള നേതാക്കന്മാരും പണ്ഡിതന്മാരും പണിയെടുത്തതിൻ്റെ ഫലമാണ്. അത് ഇന്നും പല വെല്ലുവിളിയെയും അതിജയിച്ചുകൊണ്ട് നിലനിന്നു പോകുകയാണ്. അത് മാത്രമെന്ന് പഠിക്കാൻ ശുറൂത്തികളായിട്ടുള്ള ആളുകൾ തയ്യാറാകണമെന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കളയാൻ പരിശ്രമിക്കുന്ന പല ശക്തികളും ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ചുറ്റുമുണ്ട്. അങ്ങനെയൊക്കെ സമാധാനത്തിൻ്റെ വഴിയിലൂടെ വളരെ ദൈക്ഷണികമായിട്ട് ഇവരെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് കൊഞ്ഞനം കാട്ടുകയാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക ഘടനയെക്കുറിച്ച്, അതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാതെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന മതപരമായിട്ടുള്ള ഒട്ടുമിക്ക ആശയങ്ങളും അത് മുസ്ലിം സമൂഹത്തിന് നിങ്ങളെ കൊണ്ടുണ്ടാകുന്നത് വലിയ ഉപദ്രവമാണ് എന്ന് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ടാണ് പല ആളുകളും നിങ്ങളുടെ പഠന ക്ലാസ്സുകളിലേക്ക് കടന്നു വരുന്നത്. ദീനീ സദസ്സുകൾ അറിവില്ലാത്തവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയല്ല. മഹത്തായ ഗ്രന്ഥങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി പഠിപ്പിക്കേണ്ട സ്ഥാനത്ത് സ്വന്തം വകയായ വ്യാഖ്യാനം നൽകിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയും അബദ്ധങ്ങളിലേക്ക് ചാടിക്കുകയും ചെയ്യുന്ന ഈ ഒരു രീതി ശുറൂത്തികളായിട്ടുള്ള ആളുകൾ ഒഴിവാക്കുക തന്നെ വേണം. ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഉത്ബോധനങ്ങൾ സമൂഹത്തിൽ ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും അത് മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ശരിയായ അറിവ് നേടിയെടുത്തതിന് ശേഷം മാത്രം വലിയ വലിയ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറസു അൽ ഇൽം